Hi guys, welcome back to my channel. So ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ക്വിക്ക് മേക്കപ്പ് ലുക്ക്, ഒരു ക്വിക്ക് സ്മോക്കി ഐ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഓറഞ്ച് ജെല്ല് മുഖത്ത് തേക്കിയാണ്. സോ കുക്കിംഗ് വീഡിയോസ് ഞാൻ ഉടനെ തന്നെ ഇടാം. എനിക്കറിയാം, ഞാൻ 2021 ആയിട്ട് ഇതുവരെ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടില്ല. കിച്ചൺ നല്ല ഹെവി ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരാഴ്ചയാവും, എല്ലാം ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം, ഉടനെ തന്നെ വരാം. അപ്പം ഞാൻ മോയ്സ്ചറൈസർ തേച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫേസ് പ്രൈമർ, ഫോട്ടോ ഫോക്കസ് മാറ്റ് പ്രൈമർ മുഖത്ത് തേക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഞാനത് കുറച്ചെടുത്തിട്ട് ഫോഴ്സ് ഉള്ളവിടെ കവിളിൽ, മൂക്കിൻ്റെ അവിടെ ചെറിയൊരു ഡോട്ട് നെറ്റിയിൽ, താടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ആവുന്ന പോസിലൊന്ന് സ്പ്രെഡ് ചെയ്യണം കേട്ടോ. എല്ലാവിടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫൗണ്ടേഷൻ തേക്കാം. ഇനി ഞാൻ ഫൗണ്ടേഷൻ ഇടാൻ പോവാണ്. ഞാൻ മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ചെടുത്തിട്ട് ഞാൻ കൈയുടെ ബാക്കിൽ കുറച്ചെടുക്കാൻ പോവാണ്. എന്നിട്ട് അത് മുഖത്ത് മുഴുവൻ ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചുട്ട് കുത്തിയ മാതിരി ഉണ്ടാവും, പക്ഷേ കുഴപ്പമില്ല, നമുക്കിപ്പോൾ അത് ബ്ലെൻഡ് ചെയ്ത് ശരിയാക്കാം. ഒരു ബ്രഷ് എടുത്തിട്ടോ, ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ടോ കൈ കൊണ്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബ്രഷ് കൊണ്ട് എല്ലാം ബ്ലെൻഡ് ചെയ്യാണ്. അപ്പം എൻ്റെ ഷെയ്ഡ് NC42 ആണ്, എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. അത് നന്നായിട്ട് ബ്ലെൻഡിങ് ആണ് മേക്കപ്പിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ്. ഇല്ലെങ്കിൽ എന്താ പറയുമോ, അവിടെ ഇരുന്നിട്ട് പുട്ടിയിട്ട മാതിരി ഉണ്ടാവും. പിന്നെ കറക്റ്റ് ഷെയ്ഡ് അല്ലെങ്കിലും പുട്ടിയിട്ടം പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാനത് കൺസീലർ ചെയ്യാൻ പോവാണ്. ഞാനിവിടെ കൺസീലർ ലോറിയൽ ഇൻഫാലിബിൾ കൺസീലറാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ആൽമണ്ട്. അത് ഞാനിവിടെ എനിക്ക് ഡാർക്ക് സർക്കിൾസ് കുറച്ച്, ഈ ചെറിയ എവിടെയൊക്കെ നമുക്ക് കറുത്ത പാടുകളുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കണ്ണിൻ്റെ 2 സൈഡ്, ചുണ്ടിൻ്റെ 2 സൈഡ്, പിന്നെ കുരു വന്നതിൻ്റെ അവിടെയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നോക്കിയപ്പോൾ ആദ്യം കുറച്ച് വേണ്ടി വരുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ ഇട്ട് വന്നപ്പോൾ കുറേ പാടുകൾ കണ്ടു. അപ്പം ഞാൻ എല്ലാം അവിടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ താടിയിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ആവാൻ വേണ്ടി ഇട്ടതാണ്. കണ്ടോ ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പം കാണുമ്പോൾ പേടിയുണ്ടാവും, നമുക്ക് പേടിക്കണ്ട. നമുക്ക് ഒരു ബ്രഷ് എടുത്തിട്ട് ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യാം. ഞാൻ ആ ഫൗണ്ടേഷൻ അതേ ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് വരും. ഇതൊരു ക്വിക്ക് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. എന്നിട്ട് ഒരു പൗഡർ വെച്ചിട്ട്, സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ഇത് ബ്യൂട്ടിയുടെ സെറ്റിംഗ് പൗഡറാണ്, ലൂസ് പൗഡർ. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഒലീവാണ്. അതൊരു പൗഡർ ബ്രഷ് കൊണ്ട് കുറച്ചെടുത്തിട്ട് നമ്മൾ കൺസീലർ എവിടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നോക്കുമ്പോൾ മുഖത്തിൽ മിക്ക സ്ഥലത്തും നെറ്റി ഒഴിച്ച് ബാക്കി എല്ലാവിടെയും ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇട്ട് കൊടുക്കാം, എന്നാലേ അത് സെറ്റായിട്ടിരിക്കുള്ളൂ, അനങ്ങാതിരിക്കുള്ളൂ. ഇനി ഞാൻ കോണ്ടോർ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ ബ്യൂട്ടിയുടെ തന്നെ കോണ്ടോർ സ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഡീപ്പ് കോണ്ടോറിങ് ചെയ്യുന്നില്ല, കുറച്ചേ ചെയ്യുന്നുള്ളൂ. കണ്ടോ, ഇതുവരെ പകുതി വരെ ചെയ്തിട്ടുള്ളൂ. കുറച്ച് ഞാൻ വരച്ചു കൊടുത്തു. എന്നിട്ട് ഒരു ബ്രഷ് കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഇതേമാതിരി ഞാൻ താടിയിലും നെറ്റിയിലും ഇതേപോലെ കോണ്ടോർ ചെയ്യേണ്ടത് പെട്ടെന്ന് സെറ്റാവും. കൊണ്ട് വരച്ചുടനെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതവിടെ അങ്ങനെ ഇരിക്കും, സെറ്റായിട്ടിരിക്കും. അപ്പോൾ മുഖം മുഴുവനൊന്ന് കോണ്ടോർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്രൗൺസും കൂടെ ചെയ്യുകയാണ്. അപ്പം റിമലിൻ്റെ സൺഗ്ലോ എന്നുള്ള എന്താ സാധനം, ആ സാധനം എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കോണ്ടോറിങ് ഭാഗത്ത് ഒന്നുകൂടെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. പിന്നെയാണ് ആലോചിച്ചത് മൂക്ക് കോണ്ടോർ ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ കോണ്ടോർ സ്റ്റിക്ക് എടുത്തിട്ട് മൂക്കൊന്ന് കോണ്ടോർ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ മൂക്ക് കുറച്ചുകൂടെ ഒന്ന് നാരോ ആയിട്ട് തോന്നും. ഒന്നാമത് നല്ല വലിയ മൂക്കാണ്. അപ്പം ഒന്ന് കോണ്ടോർ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ ബ്ലഷ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആപ്രിക്കോട്ട് ഇൻ ദ മിഡിൽ എന്നുള്ള ഷെയ്ഡ് എടുത്തിട്ട് ബ്ലഷ് ചെയ്യാൻ പോവുകയാണ്. ബ്ലഷ് കവിളിൽ ഇടാൻ പോവുകയാണ്. അപ്പം ബ്ലഷ് ഇടുന്ന സമയത്ത് ചിരിക്കുക. പറയാൻ കാരണം, എനിക്ക് കുറേ പ്രാവശ്യം പറഞ്ഞ വെറുതെ ചിരിക്കണം, എന്ത് കുട്ടി വെറുതെ ചിരിക്കണം എന്ന് വിചാരിക്കണ്ട കേട്ടോ. വട്ടായിക്കൊന്നും വിചാരിക്കണ്ട. ബ്ലഷ് ചെയ്യുമ്പോൾ ചിരിച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് ആ
എവിടെയാണ് ബ്ലഷ് ഇടേണ്ടതെന്നുള്ള പോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഞാൻ പുരുകം ഒന്ന് വരഞ്ഞു കൊടുക്കാൻ പോകുന്നത്. എൻ്റെ 2 പുരുകം 2 ഷേപ്പിലാണ് ഉള്ളത്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഷേപ്പ് ചെയ്ത് വന്നപ്പോഴും ചെറിയൊരു അബദ്ധമായി. പിന്നെ പുരുകം നന്നായിട്ട് ഇനി വന്നാലേ നമുക്കതിന് കറക്റ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നൈക്കയുടെ ഇതൊരു ബ്രോ ഡിഫൈനറാണ്, ഐബ്രോ പെൻസിൽ. ഒരു ഭാഗത്ത് ബ്രഷും ഒരു ഭാഗത്ത് പെൻസിലും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഐ ഷാഡോ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാനൊരു ക്വിക്ക് ഐ ഷാഡോ ആണ്, ബ്ലാക്ക് സ്മോക്കി ഐസാണ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് നമുക്ക് ക്രീസിലൊന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അറ്റത്തുള്ളൊരു കളറ്, ഒരു ഡാർക്ക് കുക്കോയോ അങ്ങനെ എന്തോ ആണ് കളറ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രീസിൽ മാത്രം ഇട്ട് കൊടുക്കുകയാണ് ഒരു ബ്രഷ് കൊണ്ട്. അപ്പം 2 കണ്ണിലും ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കണ്ണിൽ മാത്രം ആയിക്കഴിഞ്ഞാൽ കൊള്ളക്കാരുടെ കണ്ണ് മാതിരി ആയിപ്പോകും കേട്ടോ. ഇനി നമുക്ക് കെ ബ്യൂട്ടിയുടെ ഇതേപോലത്തെ മെറ്റാലിക് ഐ ഷാഡോ സ്റ്റിക്ക് കിട്ടും. അത് വെച്ച് കണ്ണിൻ്റെ മേലെ വരച്ചു കൊടുക്കുക, കണ്ണിൽ മാത്രം നന്നായിട്ട് വരച്ചു കൊടുക്കുക. ഇത് ബ്ലെൻഡിങ് ഒന്നും ആവശ്യമില്ല, ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് വരച്ചു, നമ്മൾ പെൻസിലുകൊണ്ട് നമ്മൾ ഡ്രോ ചെയ്യില്ലേ അതേമാതിരി ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. മറ്റേ കണ്ണിലും ചെയ്യണം. ഇപ്പോൾ 2 കണ്ണിലും എഴുതിയ ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ചുകൂടി നല്ല ഡെഫിനീഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ 2 കണ്ണിലും ഐ ഷാഡോ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് ടൈറ്റ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാജൽ ഉപയോഗിച്ചിട്ട്, ഇത് കൊലോസിൽ കാജലാണ്, അത് വെച്ചിട്ട് ഞാൻ കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ മേലെയും താഴെയും വരഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് കണ്ണിൽ നിന്ന് പെട്ടെന്ന് വെള്ളം വരും, ഭയങ്കര സെൻസിറ്റീവ് ഐസാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്ര സൂക്ഷിച്ച് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ മസ്കാര ആക്ച്വലി വാട്ടർ പ്രൂഫ് അല്ല, ഞാനിതൊന്ന് കഴിയട്ടെ എന്നിട്ട് മാറ്റി വാങ്ങാമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് താഴെയും കൂടെ ഒരേ കളർ വരണം, ഇല്ലെങ്കിൽ ബ്ലാക്ക് സ്മോക്കി ഐസ് മേലെ മാത്രം ആയിക്കഴിഞ്ഞാൽ പൂച്ചെണ്ടി പോലെ ഇരിക്കും. അപ്പോൾ താഴെ കുറച്ച് മതി, അല്ലെങ്കിലും പ്രശ്നമാണ്, ഒരുപാടായാലും പ്രശ്നമാണ്, കണ്ണിൽ മുഴുവൻ കറുപ്പാവും. സോ കുറച്ച് ചെറിയൊരു ബ്രഷിൽ ഹ്യൂഡ ബ്യൂട്ടിയുടെ പാലറ്റിൽ തന്നെ ബ്ലാക്ക് ഐ ഷാഡോ ഉണ്ട്, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് താഴെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരേപോലെ കിട്ടും. എന്നിട്ട് ഇതാ ഫേസസ് സ്കാനറുടെ മാഗ്നറ്റിക് ഐസ് എന്നുള്ള മസ്കാര എടുത്തിട്ട് കൺപീലിയിൽ ഇട്ട് കൊടുക്കണം. അപ്പം ഇപ്പോൾ മസ്കാര നല്ല തിക്കായിട്ടും നല്ല ലെങ്ത്തും തോന്നും. ഓക്കെ, നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. പറ്റുമെങ്കിൽ 2 കോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ 2 കോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഹൈലൈറ്റർ, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്ററാണ് ഇത്. ഞാൻ ഓൾറെഡി ഈ പ്രൊഡക്ട്സ്, ഈ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും എൻ്റെ ഫേവറേറ്റ്സിൽ, മേക്കപ്പ് ഫേവറേറ്റ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. അപ്പം ഹൈലൈറ്റർ എടുത്തിട്ട് ഞാനൊന്ന് കവിളിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലിൽ എൻ്റെ കവിള് എനിക്ക് നല്ലോണം, ഇപ്പോൾ ക്വാറൻറ്റൈൻ ടൈമിൽ നല്ലോണം കവിള് വന്നിട്ടുണ്ട്. അപ്പം എല്ല് കാണില്ല, നമ്മൾ ചിരിച്ച് നോക്കിയതാണ് എല്ല് എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ, ചുമ്മാ പറഞ്ഞാണ്. അപ്പം എന്നിട്ട് നെറ്റിയിലല്ലോ, മൂക്കിലും കവിളിൻ്റെ എല്ലിലും പുരികത്തിൻ്റെ അവിടെയും ചുണ്ടിൻ്റെ മേലെയും ഒക്കെ നമ്മുടെ ഉയർന്ന ഭാഗങ്ങൾ, മുഖത്തിലെ ഉയർന്ന ഭാഗങ്ങളുള്ളവരൊക്കെ നമുക്ക് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കണം. അവിടെയൊക്കെ ഇട്ട് കൊടുക്കണം. ഓക്കെ, കണ്ടില്ലേ, ഇപ്പം മുഖത്ത് മിക്ക സ്ഥലത്തും പുരികത്തിൻ്റെ മേലെയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഫേസസ് സ്കാനറുടെ ബഫ് ന്യൂഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് വെച്ചിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു. എക്സസ് ഒക്കെ ഒന്ന് തുടച്ച് കളയുകയാണ്. ഇനി ഞാൻ മുടി ചീവിയിട്ടില്ല, മുടിയൊക്കെ ഒന്ന് ചീവിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ കംപ്ലീറ്റഡ് ലുക്ക്. ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലിക്വിഡ് മേക്കപ്പ് ലുക്കാണ് ഞാൻ കാണിച്ചു തന്നത്. ഇതേ ലുക്ക് തന്നെയാണ് ഞാൻ ന്യൂ ഇയറിനും ചെയ്തത്. സോ എന്തായാലും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.